ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളുന്ന സമൂഹമായി കേരളത്തെ മാറ്റണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവ മാനുവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളുന്ന സമൂഹമായി കേരളത്തെ മാറ്റണമെന്ന് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 21, 22, 23 തീയതികളിൽ കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡർ കലോത്സവം ഇത്തവണ മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ വിപുലമായിട്ട് കോഴിക്കോട് വച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഓഗസ്റ്റ് 21, 22, 23 തീയതികളിലാണ് കോഴിക്കോട് വച്ച് ട്രാൻസ്ജെൻഡർ കലോത്സവം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം. അതുപോലെ ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾക്ക് ജീവിതത്തിലുടനീളം നൽകേണ്ടുന്ന പിന്തുണാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വൈവിധ്യപൂർണമായ പ്രൊജക്റ്റുകൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. മഴവില്ല് എന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം, സ്കിൽ എൻഹാൻസ്മെൻറ്റ്, തൊഴിൽ പരിശീലനം, അതുപോലെ സെക്സ് റീഅസൈൻമെൻറ്റ്, സർജറിക്കുള്ള ധനസഹായം, പോസ്റ്റ് സർജറി പീരിയഡിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള ധനസഹായം, ഹോസ്റ്റൽ സൗകര്യങ്ങൾക്കുള്ള സഹായം, അതുപോലെ ഷോർട്ട് സ്റ്റേ എന്ന നിലയിൽ താമസ സൗകര്യങ്ങൾ, എറണാകുളത്തൊരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റർ, ഇതെല്ലാം വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. പരാതികളില്ലാതെ കലോത്സവം നടത്താൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവ മാനുവലിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പാക്കിയ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും മറ്റും ഉൾപ്പെടുത്തിയുള്ള ദേശീയ സമ്മേളനം വർണ്ണപ്പകിട്ടിലെ മുഖ്യ പരിപാടികളിലൊന്നായി 21 നടക്കും. ട്രാൻസ്ജെൻഡർ സംബന്ധിയായ വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും ട്രാൻസ്ജെൻഡർ വിഷയം പ്രമേയമാക്കിയുള്ള ഫിലിം ഫെസ്റ്റിവലും അന്ന് നടക്കും. 22, 23 തീയതികളിൽ കലാപരിപാടികൾ അരങ്ങേറും. ACB ന്യൂസ്, കോഴിക്കോട്.